റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾ ഒരു പക്ഷി അടയിരിക്കുന്ന കൂടിനോളം, ഒരു ചെറിയ കുരുവി, ചെറിയ കിളിയുണ്ടല്ലോ കുരുവിയല്ലേ ഇപ്പൊ ഏറ്റവും ചെറിയ കിളി, അത് അടയിരിക്കുന്ന കൂട് കണ്ടിട്ടുണ്ടോ? ചെറിയ കൂട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു പക്ഷി അടയിരിക്കുന്ന കൂടിനോളമോ അതിനേക്കാളും ചെറുതോ. കേക്ക്, ഒരു പക്ഷി ഇപ്പൊ റഫീഖിന്റെ കടയിലൊക്കെ കൂടില്ലടാ കിളിയുടെ അല്ലേ, ചെറിയ അവനെ എന്റെ പ്രിയപ്പെട്ട അത് പറയാൻ പാടില്ല. എന്റെ സത്യത്തിൽ അതിനെ കുറിച്ചൊക്കെ പഠിക്കണം. ഈ പറന്നു നടക്കുന്ന ജീവികളെ പിടിച്ചു കൂടിനകത്തിടുന്ന മഹാന്മാരൊക്കെ കേൾക്കണം. പറന്നു നടക്കുന്ന കിളികളെ പിടിച്ചു കൂടിനകത്തിടണം, അതിനെ ചാവുന്നത് വരെ കൂട്ടിനകത്തിട്ടേക്കുന്നു. ഗവൺമെന്റ് പറഞ്ഞ് 2 ദിവസം വീടിനകത്തിരിക്കട, പുറത്തിറങ്ങണ്ട, പറ്റണില്ല അവനെ. മനസ്സിലാക്കുക. ലോക്ക്ഡൌൺ വന്നപ്പോ ഉറക്കണില്ല, വീട്ടിനകത്ത് ഇരുന്നിട്ട് ഇരിപ്പുറക്കണില്ല അല്ലേ, അത്രയും ബുദ്ധിമുട്ട് നമുക്ക്. അപ്പൊ പറന്നടക്കണ ഒരു കിളിയെ പിടിച്ചിട്ട് കൂട്ടിനകത്തിടുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദ് ചില കിളികളെ തുറന്നു വിടാൻ പാടില്ലാത്തത് കൊണ്ട് അല്ലേ? ചില കിളികളുണ്ട് ആഡംബരമായി കൂടിനകത്ത് വളർത്തുന്ന ചില കിളികളുണ്ട്, അതിനെ ഇപ്പൊ പിടിച്ച് പുറത്തിട്ട് കഴിഞ്ഞാൽ കാക്ക കുത്തുന്നുണ്ടില്ലേ? അങ്ങനെയുണ്ട്. പള്ളിയുടെ മുറ്റത്ത് കിടന്ന അണ്ണാനിപ്പോ വീടിനകത്ത് തോളിത്തായിരിക്കണേ. നാസ്രനെ നോക്കുമ്പോ തോളിൽ ഒരു അണ്ണാനെ വെച്ചിട്ട് കിടക്കാം. ഇവിടെ എങ്ങാണ്ട് റോഡിൽ കിടന്നതാ. അൽഹംദുലില്ലാ. എന്നാലും ചങ്ങാതി തുറന്നു വിടും, ഓടിച്ചാടി നടക്കും, തിരിച്ചു വരും. എന്റെ പ്രിയപ്പെട്ടവർ, ഇപ്പൊ എല്ലാം പൂച്ചയുടെ പുറകില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ പൂച്ചയുടെ ട്രെൻഡാ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നറിയോ? എന്റെ വയല് ലൈവ് കേൾക്കണവരൊക്കെ നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കണം. പൂച്ചയുടെ ഭക്ഷണം കൊണ്ടുവരുന്ന കിറ്റ് ഉണ്ടല്ലോ, പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കണ കിറ്റിന്റെ മൂടി എഴുതി വെച്ചിട്ടുണ്ട് ഹലാലെന്ന്. ഇല്ലടാ, പറയടാ ചങ്ങാതി. പൂച്ചയുടെ ഭക്ഷണം പൂച്ചയ്ക്ക് കൊടുക്കണ നമ്മള് പോലുള്ള ഫുഡൊന്നുമല്ല, ആ പൂച്ചയുടെ ഫുഡിന്റെ കവറിന്റെ മുകളിൽ ഹലാലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ മനസ്സിലാക്കേണ്ട എന്താ? ഏറ്റവും കൂടുതൽ പൂച്ചയെ വളർത്തുന്ന ആരാ? മുസ്ലിമീങ്ങളാ. അതും 10,000, 15,000, 20,000 തോളത്ത് വെച്ചോണ്ടാ നടക്കണം. പൊടിക്കുഞ്ഞിനെ എടുക്കൂല പാവം. പടച്ചവനെ സ്വന്തം മക്കളെ എടുക്കൂല. പൂച്ചയെ കൂടെ പിടിച്ചൊരു പൂച്ചയെടുത്ത് തോളത്ത് വെച്ചിട്ട് പാവന്റെ മുഖം കൊണ്ടൊക്കണം, അതിനെ ചുമന്നുകൊണ്ട് നടക്കുന്നവൻ. വീട്ടിലെ പൂച്ച നമ്മുടെയൊക്കെ വാപ്പായ ഉമ്മാങ്ങൻ ഉണ്ടായിരുന്നെങ്കിൽ മടല് വെട്ടിയിട്ട് തല്ലിയനായി. പണ്ട് എവന്റെ വീട്ടിലാടാ പൂച്ചല്ല ഇരിക്കണം. ഞാൻ വീട്ടിൽ പൂച്ച വളർത്തുന്ന ഓരോ മനുഷ്യരോട്, ഉസ്താദേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പൂച്ച ഇഷ്ടമായിരുന്നു, പക്ഷെ വളർത്തിയിട്ടുണ്ടാ? പൂച്ചയെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ നടക്കും. വീട്ടിൽ വന്ന് ആട്ടി ഓടിക്കൽ, അതിന് കഴിക്കാൻ ആഹാരം കൊടുക്കണം. ആട്ടി ഓടിക്കലല്ല, അതിനെ ഉപദ്രവിക്കലല്ല. എത്രയോ നാടൻ പൂച്ച കിടക്കണം, വളർത്താറുണ്ടേ. നാടൻ കോഴിക്കല്ലേ വില, നാടനല്ലേ വില. എത്രയോ പൂച്ച. പടച്ചവരെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഓരോ പ്രസവത്തിൽ 2-3 എണ്ണത്തിനെ പോയി തിരിയും കുഞ്ഞു പൂച്ച. ആരാപ്പ എടുത്ത് വളർത്തണ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പടച്ചവനെ വീടിനകത്തൊക്കെ വലിയ 20,000 എടുത്ത് ഇവിടെ പോയപ്പോ കൂട്ടിന്റെ അകത്ത് ഫാൻ വെച്ചിരിക്കാം. പൂച്ചയ്ക്ക് ചൂട് പറ്റത്തില്ല. ഫാൻ ആ പൂച്ചയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. ആ പൂച്ചയായിട്ട്, കാരണം പടച്ചോ ഞാൻ കണ്ടത് എന്റെ കണ്ണുകൊണ്ട് അത്ഭുതത്തോടെ. ഒരു ഫാൻ, ഇതുപോലത്തെ ഒരു ഫാൻ വെച്ചിരിക്കുക. പൂച്ചയ്ക്ക് ചൂടടിക്കാൻ പാടില്ല. സ്വന്തം മക്കൾക്കുണ്ട്, അവന്റെ വാപ്പായ്ക്കുള്ള വെള്ളം കൊടുക്കാത്തവനാ പൂച്ചയ്ക്ക് ചൂടടിച്ചു കൊടുക്കാൻ. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, എന്റെ പ്രിയപ്പെട്ടവരെ, വീടിനകത്ത് പൂച്ചയെ കയറ്റി വളർത്തുന്ന ഒരുപാട് പേര്. അതിനൊക്കെ നിയമങ്ങൾ ഇപ്പൊ നമ്മൾ തന്നെ പഠിച്ചു വെച്ചിരിക്കാം. മുസ്ലിമീങ്ങളാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ. മറ്റുള്ളവർ പട്ടിയെ വളർത്തുന്നു, നമ്മൾ പൂച്ചയെ വളർത്തുന്നു. ഇത്ര വ്യത്യാസമേ ഉള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ത് പറഞ്ഞപ്പോഴാ അപ്പൊ അത് പോയെ? അൻസാരി തന്നെ നോക്കണേ. വീട്ടിൽ പൂച്ചയുണ്ടോ? അൻസാരി അണ്ണന്റെ അത്ത ഉണ്ടായിരുന്നെങ്കിൽ ഇതിലേക്കൂടെ ഓടുന്ന അണ്ണൻ അറിയത്തില്ല. എന്നാൽ ചിന്തിച്ചു നോക്ക്. ഇവിടെ ഈ പൂച്ചയ്ക്ക് ഒരു സ്വഭാവമുണ്ട്. അടുത്ത് വന്ന് ഇങ്ങനെ കിടക്കും, ഒരു കൂർക്കമ്പലിയേക്കും. നമ്മുടെ കൂടെ ഇവിടെ കിടക്കത്തുള്ളൂ പൂച്ച. പടച്ചോനെ തല്ലും നമ്മുടെ ഉപ്പമാർ വീടിനകത്ത് കയറ്റിയ. ഇപ്പത്തെ പറയും, ഉസ്താദെ ഇഞ്ചക്ഷൻ എടുക്കണുണ്ടല്ലോ. പൂച്ചയ്ക്ക് ഇഞ്ചക്ഷനായി. അല്ലാഹു അഅലം. അണ്ണൻ ചിന്തിക്കുക, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാനൊന്നും പറയണില്ല, കാരണം ഇത് ലൈവായി പോകുന്നത് കൊണ്ട് എന്തെങ്കിലും കിട്ടിയാ എടുത്തിട്ട് നമുക്കിട്ട് പൊങ്കാലേ, അതപ്പത്തെ പ്രശ്നം. അത് പിടിച്ചിട്ട വേറൊന്നുമില്ല.